ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്നത്തെ അതിഥി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിലയിരുത്തിക്കൊണ്ടും എതിർ സ്ഥാനാർത്ഥിയുടെ പോരായ്മകളും എതിർ സ്ഥാനാർത്ഥിയിൽ എന്തൊക്കെ ആരോപണങ്ങളാണ് ചാർത്തുന്നതെന്നും ഒക്കെയാണ് ഈ ഫേസ് ടു ഫേസിൽ CV വർഗീസിനോട് ചോദിച്ചറിയുന്നത്. നമസ്കാരം CV വർഗീസ്. നമസ്കാരം. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ 1,73,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിങ്ങൾ വീണ്ടും അവതരിക്കപ്പെടുമ്പോൾ എന്ത് മേന്മയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ, എന്ത് പ്രതീക്ഷകളാണ് നിങ്ങൾ വച്ചു പുലർത്തുന്നത്? 2019 ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളല്ല ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. അന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുകയും അങ്ങനെ കേരളത്തിൽ നിന്നൊരു ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കേരളീയ സമൂഹം ഉൾപ്പെടെ ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരമൊരു ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ രൂപപ്പെട്ടു വരാൻ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഒരു കാര്യം. 2019 വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറി. ആ കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം UDF ചെയ്ത ഒരു വോട്ട് പോലും UDF ലഭിക്കില്ല. അപ്പോൾ അത് രാഷ്ട്രീയമായ പശ്ചാത്തലം രൂപപ്പെട്ടു വന്നൊരു കാര്യം. മറ്റൊരു കാര്യം, 52 ഗ്രാമപഞ്ചായത്തുകൾ, ഇടുക്കി ജില്ലയിൽ 29 ഗ്രാമപഞ്ചായത്തുകൾ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലാണ്. 29 പഞ്ചായത്തുകളുണ്ട്. അത് 2 പഞ്ചായത്തുകൾ പ്രസിഡന്റ്ഷിപ്പിൽ പട്ടികജാതി വിഭാഗത്തിലെ ആളുകൾ സംവരണം ചെയ്യപ്പെടാൻ കഴിയാതെ വന്നതുകൊണ്ട് 2 പഞ്ചായത്ത്, അറക്കുളവും കാഞ്ഞാറും, ഇന്ന് UDF, ഒരിടത്ത് BJP, ഒരിടത്ത് കോൺഗ്രസ് ഭരിക്കുന്നുള്ളതൊഴിച്ചാൽ അപ്പൊ 52 പഞ്ചായത്തുകളിൽ 31 പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേവലം നല്ല വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം നിൽക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തും 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 2 അസംബ്ലി മണ്ഡലം മാത്രമാണ് ഇന്ന് UDF കൈവശമുള്ളൂ. 5 അസംബ്ലി മണ്ഡലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇന്ന് ഭരണരംഗത്ത് നേതൃത്വം നൽകുന്നത്. മറ്റൊരു മേഖല, ജനകീയ അടിത്തറയിലൂടെ കൂടി ജനകീയ അടിത്തറയിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും 1,75,000 വോട്ട് എന്നുള്ളത്
ഒരു യാദൃശ്ചിക സംഭവം എന്നതിനപ്പുറമായിട്ടൊന്നുമില്ല. മറ്റൊരു കാര്യം, 1,39,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച PJ കുര്യനെ അന്ന് കേരള കോൺഗ്രസ് വാണി വിഭാഗം ഉൾപ്പെടെ അപ്പുറം നിൽക്കുമ്പോൾ ഞങ്ങൾ ഫ്രാൻസിസ് ജോർജിനെ ഉപയോഗപ്പെടുത്തി ഈ മണ്ഡലം തിരിച്ചു പിടിച്ചു. അന്ന് ഫ്രാൻസിസ് ജോർജ് മണ്ഡലം ജയിച്ചു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ PJ ജോസഫ് കേരള കോൺഗ്രസ്, CPI-യും CPM-ഉം മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് കേരള കോൺഗ്രസ് വാണി വിഭാഗം അപ്പുറയായിരുന്നു. അപ്പൊ സ്വാഭാവികമായി 1,79,000 എന്ന് പറയുന്ന പൊരിപ്പിച്ച കണക്കൊന്നും ഈ മണ്ഡലത്തെ സംബന്ധിച്ച ഒരു യാദൃശ്ചിക സംഭവത്തിനപ്പുറമായി UDF-ന്റെ രാഷ്ട്രീയ അടിത്തറയുടെ വികാസമാണ് ഒരു സുരക്ഷിതമാണെന്ന് വിലയിരുത്തുന്ന അത്ര അങ്ങേയറ്റം വിഡിത്തമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രാഷ്ട്രീയ അടിത്തറയുണ്ട്. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായി അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2014-19 അങ്ങനെ 2014-19 19-24 10 വർഷക്കാലത്തെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കപ്പെട്ടാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിയുന്ന നല്ല അന്തരീക്ഷം ഈ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് ഒരാശങ്കയും ഇല്ലാതെ കൊണ്ട് നല്ല ഭൂരിപക്ഷത്തോട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജോയ്സ് ജോർജിനെ വീണ്ടും ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം, ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, നിർത്തിയ ഞാൻ കാട് കയറി പോകുന്നില്ല. ഓക്കെ, MP എന്ന നിലയിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷം MP എന്ന നിലയിൽ സാധാരണഗതിയിൽ UDF-ന്റെ MP-യെ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായും വിജയിച്ച ഒരു MP-യെ നിങ്ങൾ കുറ്റം മാത്രമാണ് പറയുന്നത്. എന്തെങ്കിലും നന്മകൾ ഈ വിഷയത്തിൽ ഡീൻ കുര്യാക്കോസ് MP എന്ന നിലയിൽ 5 വർഷത്തെ പ്രവർത്തനത്തെ എങ്ങനെ നിങ്ങൾ വിലയിരുന്നു? എത്ര മാർക്ക് ഇടും നിങ്ങൾ? ഞാൻ പണ്ട് ചർച്ച ചെയ്ത പോലെ 0 മാർക്കിലാണ് ഡീൻ കുര്യാക്കോസ് നിൽക്കുന്നത്. വെറുതെ അല്ല. 2014-19 5 വർഷം നമുക്ക് എടുക്കാം. 4,600 കോടി രൂപയുടെ വികസനമാണ് ജോയ്സ് ജോർജിന്റെ കാലത്ത് കൊണ്ടുവന്നത്. അക്കമിട്ട് വിവരാവകാശ രേഖ എടുത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഓരോന്നും അക്കമിട്ട് വിശദീകരിക്കുന്നില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായ CRF റോഡുകൾ കൊണ്ടുവന്നത്, അന്താരാഷ്ട്ര നിലവാരമുള്ള ദേശീയപാതകൾ ഈ മണ്ഡലത്തിലൂടെ കടന്നുപോയി. ദിണ്ടിക്കല്ല് ശബരിമല ദേശീയപാത, കൊച്ചി കൊടൈക്കനാൽ ദേശീയപാത ഉൾപ്പെടെയുള്ള ദേശീയപാതകൾ ഈ മണ്ഡലത്തിലൂടെ വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വദർശി ഗ്രാം പദ്ധതിയുടെ ഭാഗമായി 130 കോടി രൂപയുടെ വികസനമാണ് ജോയ്സ് ജോർജ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ചെറുതെ പറയുന്നല്ല. ഇടുക്കി, അതുപോലെ വാഗമണ്ണ് ഉൾപ്പെടെയുള്ള മേഖലയിലെല്ലാം ചരിത്രപരമായ യാഥാർത്ഥ്യം. ESI ആശുപത്രികൾ 14 ആശുപത്രികൾ ഈ ജില്ലയിൽ ജോയ്സിന്റെ കാലത്ത് കൊണ്ടുവന്നു. ഡീൻ കുര്യാക്കോസ് ഒന്നും ചെയ്തില്ല എന്ന് പക്ഷെ ഞങ്ങൾക്കില്ല. 17 CRF റോഡുകൾ ജോയ്സ് ജോർജ് കൊണ്ടുവന്നപ്പോൾ ഒരു റോഡാണ് 150 കോടി രൂപയുടെ ഒരു റോഡാണ് കൊണ്ടുവന്നത്. മറ്റൊരു മേഖല സ്വദർശി ഗ്രാം പദ്ധതി നടപ്പാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. ഞാനും ഡീൻ കുര്യാക്കോസും എല്ലാം ഉൾപ്പെടുന്ന DTPCയുടെ എക്സിക്യൂട്ടീവിൽ നിരവധി തവണ സ്വദർശി ഗ്രാം പദ്ധതിയുടെ ഭാഗമായി പ്രോജക്റ്റുകൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീൻ കുര്യാക്കോസിനോട് പലപ്പോഴും നടപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പദ്ധതിയെങ്കിലും സ്വദർശി ഗ്രാം പദ്ധതിയുടെ ഭാഗമായി ടൂറിസം പ്രാധാന്യമുള്ള ഈ ജില്ലയിൽ കൊണ്ടുവന്നോ? ഇല്ല, 0 25 കോടി രൂപയാണ് ജോയ്സ് ജോർജിന്റെ കാലത്ത് MP ഫണ്ട്, പ്രാദേശിക വികസന ഫണ്ട് ലഭിച്ചിട്ടുള്ളത്. അത് ഉപയോഗപ്പെടുത്തി മാസ് ലൈറ്റുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾക്ക് ഉച്ചക്കഞ്ഞി ഊട്ടുപുര, അതുപോലെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ മേഖലകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഈ മേഖലയിൽ ഏതെങ്കിലും ഒരു സംഭാവന കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് 17 കോടി രൂപയാണ്. ആ 25 കോടി രൂപ ജോയ്സ് ജോർജിന് കിട്ടിയപ്പോൾ ഡീൻ കുര്യാക്കോസിന് 17 കോടി രൂപയാണ് കിട്ടിയത്. ആ 17 കോടി രൂപ കോവിഡിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറച്ചു. പക്ഷെ ആ 17 കോടി രൂപയിൽ 7 കോടി രൂപ മാത്രമാണ് ഡീൻ കുര്യാക്കോസ് ചെലവഴിച്ചിട്ടുള്ളത്. കേരളത്തിലെ MP-മാരുടെ ആകെ എടുത്താൽ ആകെ ലഭിച്ചിട്ടുള്ള പണത്തിൽ 3.8% മാത്രം ഫണ്ട് വിനിയോഗിക്കപ്പെട്ട ഒരു MP-യാണ് ഡീൻ കുര്യാക്കോസ് MP.
ആ MPയെ സംബന്ധിച്ചുള്ള നിലപാടിതാ. മറ്റു കാര്യം, ഇപ്പൊ നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും തീക്ഷ്ണമായി നിൽക്കുന്ന വന്യജീവി ആക്രമണം. ജോയിസ് MP ആയിരിക്കുമ്പോൾ ആ വിഷയത്തിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റിൽ പാർലമെന്റിൽ വന്യജീവി ആക്രമണത്തിന് കാലോചിതമായി മാറ്റം വരുത്തണമെന്ന് സ്വകാര്യ ബിൽ അവതരിപ്പിച്ച് അതിന്മേൽ ചർച്ച ചെയ്യാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചു. ഇദ്ദേഹം MP ആയി വന്നു. ഇദ്ദേഹം ഇവിടെ പേക്കൂട്ട് നടത്തുന്നതല്ലാതെ ഒരു സന്ദർഭത്തിലെങ്കിലും പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ? ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ചിന്നക്കനാലിൽ പളനിയമ്മ എന്ന് പറയുന്ന തോട്ടം തൊഴിലാളി ആന ചവിട്ടി കൊല്ലുന്നു. അന്ന് പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാർലമെന്റ് സമ്മേളനത്തിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവരാൻ, അല്ലെ ആ വിഷയം കാണിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ മുമ്പാകെ പോകാൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? നടത്തിയതുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ രേഖാപൂരമായി ഒന്നും കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായും ഈ ജില്ലയിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പേക്കൂത്തുകൾ ഒഴിച്ചാൽ ഇന്ന് ജില്ല നേരിടുന്ന വന്യജീവി ആക്രമണത്തെ നേരിടാൻ വേണ്ടി ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര നയം മാറണം. സംസ്ഥാന ഗവൺമെന്റിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യം സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല, കേന്ദ്ര വനം പരിസ്ഥിതി നിയമം കാലോചിതമായി മാറ്റം വരുത്തിക്കൊണ്ടല്ലാതെ കൊണ്ട് ഇന്ന് കഴിയില്ല. അതിനു വേണ്ടി എന്തെങ്കിലും നീക്കം നടത്തിയോ? ജോയിസ് വിഷയം പാർലമെന്റ് ഉന്നയിച്ചു, സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു, അതിന്മേൽ ചർച്ച നടത്തി. കുര്യാക്കോസ് അങ്ങനെ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായും ഏതൊരു കാര്യം എടുത്താലും അദ്ദേഹത്തിന് എന്താ സംഭാവന? മറ്റൊരു കാര്യം, PMGC റോഡുകൾ MP മാരുടെ ഇടപെടേണ്ടതാണ്. ജോയിസ് കാലത്ത് 38 റോഡുകൾ PMGC റോഡ് വന്നു. കുര്യാക്കോസിന്റെ കാലത്ത് ഒരു റോഡും വന്നില്ല. ജോയിസ് കാലത്ത് CRF അനുസരിച്ചിരിക്കുന്ന 13 റോഡുകളാണ് കുര്യാക്കോസിന്റെ കാലത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് ഒരു MP എന്ന രൂപത്തിൽ നിലപാട് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ താമസിക്കുന്ന കാമാക്ഷി പഞ്ചായത്ത്, അവിടെ പൊതുവെ ചർച്ച നടത്തിയപ്പോ ഒരു നയാ പൈസ ആ മണ്ഡലത്തിൽ കൊടുത്തില്ല. അപ്പൊ ചോദിക്കും MP ഫണ്ട് നൽകാം, അവിടെ ആശുപത്രിയുടെ നവീകരണത്തിന് കൊടുക്കാം, അതുപോലെ സ്കൂളുകൾക്ക് പാചകപ്പുര ഉണ്ടാക്കാൻ കൊടുക്കാം, അതുപോലെ തന്നെ ഊട്ടുപുരയ്ക്ക് വേണ്ടി കൊടുക്കാം. ഇനി ഇതൊന്നും വേണ്ട, മാനേജ്മെന്റ് സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ മേടിച്ചു കൊടുക്കാം. ഈ 10 കോടി രൂപ അദ്ദേഹത്തിന് മറ്റു മാർഗമില്ലെങ്കിൽ ഈ ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ കോളനി ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ സ്കൂളുകളെ അടിസ്ഥാനപ്പെടുത്തി കമ്പ്യൂട്ടർ എങ്കിലും മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ ചെലവഴിക്കാം. എന്താണ്, ഇനി ആരാണോ ജയിച്ചു വരുന്ന അടുത്ത വർഷമാണ് ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഈ ജില്ലയ്ക്ക് ഇത്രയും കാലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ദീർഘകാലമായി കോൺഗ്രസ് ഈ മണ്ഡലത്തെ പ്രതിദാനം ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ് 2 തവണയാ 10 വർഷവും, ഇവിടെ സഖാവ് MM ലോറൻസ് ഭരിച്ചിട്ടുള്ള 5 വർഷവും, അങ്ങനെ 15, പിന്നെ 5 വർഷക്കാലം ജോയിസ്, അങ്ങനെ 20 വർഷം കഴിഞ്ഞാൽ 52 വർഷക്കാലം പിന്നിടുന്ന ഇടുക്കി പാർലമെന്റ് മറ്റു മേഖല വിടാം. ഒരു ഘട്ടത്തിൽ പത്തനംതിട്ടയായിരുന്നു, മറ്റൊരു ഘട്ടം പൂമാറ്റുപുഴയാണ്. ഈ 52 വർഷക്കാലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 20 വർഷക്കാലം മാത്രമാണ് LDFന്റെ പ്രതിനിധി ഈ മണ്ഡലത്തെ പ്രതികരിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവനും കൈകാര്യം ചെയ്ത് കോൺഗ്രസ് ആണ്. ദീർഘകാലം കോൺഗ്രസ് ഇരുന്നിട്ടുണ്ട്, കോൺഗ്രസ് MP മാരിരുന്നിട്ടുണ്ട്. അപ്പൊ ഈ ചരിത്രമെല്ലാം പരിശോധിക്കുമ്പോൾ ആ പിന്നാമ്പുറ ചരിത്രത്തിലേക്ക് പോവാതെ ഈ 10 വർഷം എടുക്കാം. 2014, 19, 24 എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചാൽ കുര്യാക്കോസ് ശുദ്ധ പരാജയമാണ്. ആ പരാജയമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മാർക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ചരിത്രപരമായ നിയമപരമായി വെച്ച് പരിശോധിച്ചാൽ അദ്ദേഹം ഒരു മാർക്കിന് പോലും അദ്ദേഹം അർഹനല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് 0 മാർക്കേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ്. 0 മാർക്ക്. അപ്പോൾ താങ്കളുടെ വിലയിരുത്തൽ, CPMന്റെ വിലയിരുത്തൽ കുര്യാക്കോസ് അമ്പെ പരാജയം എന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് ആണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് തന്നെയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ വിരുദ്ധ നിലപാട്
സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം മുടങ്ങുന്നു, KSRTC പ്രശ്നം, വന്യജീവി ആക്രമണം, നാനാവിധത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ വിശദീകരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മറ്റ് ഒഴിവുകളൊക്കെ CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊക്കെ പറയാൻ കഴിയുമെങ്കിലും പൊതുജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരു സർക്കാർ വിരുദ്ധ നിലപാട് ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമോ? അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകുമെന്ന് CPM വിലയിരുത്തുന്നുണ്ടോ? ഗവൺമെന്റ് വിരുദ്ധമായി ഒരു വികാരവും ഈ മണ്ഡലത്തെ സംബന്ധിച്ചിട്ടില്ല. ഉദാഹരണം, ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ വികാരങ്ങളോടൊപ്പം നിന്നത് ഭൂപ്രശ്നമാണ്. ആ ഭൂപ്രശ്നം 2016 മുതൽ 21 വരെയുള്ള വർഷവും 21 മുതൽ 24 വരെ വർഷക്കാലം എടുത്താൽ അങ്ങനെ 8 വർഷക്കാലം കൊണ്ട് ഈ ജില്ലയിലെ ഒട്ടേറെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഭൂവിനിയോഗ നിയമത്തിൽ ഭേദഗതി വരുത്തി സർക്കാർ നിക്ഷിപ്തമായി ഭൂവിയത്തിനോട് കൂടി മാത്രമാണ് ഈ ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കാൻ. 2016 LDF ഗവൺമെന്റ് കേരള അധികാരത്തിൽ വരുമ്പോൾ 88 പ്രശ്നങ്ങൾ, വ്യത്യസ്തമായ 88 പ്രശ്നങ്ങൾ ഭൂമി സംബന്ധിച്ച് 88 കാര്യങ്ങളുണ്ടായിരുന്നു. അക്കമട്ട് ഞാൻ വിശദീകരിച്ചു. 88 ഓരോ മേഖല തിരിച്ചാൽ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട പ്രദേശത്തെ പട്ടയം, അതുപോലെ തന്നെ ഉപാധിരഹിതമായ പട്ടയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, 1 ഏക്കർ ഭൂമി 4 ഏക്കർ ഭൂമിയുണ്ട്, 1 ഏക്കർ വിട്ടുകൊടുക്കണം, ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മൊത്തം നിയമം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കരിങ്കാട്, പാറത്തരിശ്, റവന്യൂ തരിശ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയതിന്റെ ഭാഗമായി ആ പ്രദേശത്ത് കൃഷിക്കാർക്ക് പട്ടയം കിട്ടാത്തത്, അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും ഉണ്ടായിരുന്ന 85 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ 85 പ്രശ്നങ്ങളിൽ 82 പ്രശ്നങ്ങളും ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 2016 പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞു. മറ്റൊരു പ്രശ്നം എവിടെയാ? ഇനി അവശേഷിക്കുന്ന കാര്യമുണ്ട്. ആ അവശേഷിക്കുന്ന കാര്യം ഒന്ന്, ലാൻഡ് രജിസ്റ്ററിൽ ഏലമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതൊരു പ്രശ്നം അവശേഷിക്കുന്നതാണ്. ആ അവശേഷിക്കുന്ന പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് നോക്കി നിൽക്കുകയല്ല ചെയ്യുന്നത്. ആ വിഷയം പരിഹരിക്കപ്പെടാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് 61 ഭൂവിനിയോഗ നിയമം 64 ഭൂവിനിയോഗ നിയമം അനുസരിച്ചും 1/1/77 മുമ്പ് കുടിയേറിയിട്ടുള്ള കൃഷിക്കാരാണെന്നും ഈ പറയുന്ന ലാൻഡ് രജിസ്റ്റർ ഏലമെന്ന് രേഖപ്പെടുത്തിയിരുന്ന പ്രദേശങ്ങൾ ഇന്ന് കുത്തകപ്പാട്ട ഭൂമിയുടെ പരിധിയിലില്ലെന്നും അവിടെയെല്ലാം തികച്ച് കാർഷിക മേഖലയായി മാറിയെന്നും തോപ്രാങ്കുടി, അതുപോലുള്ള മഞ്ഞപ്പാറ തുടങ്ങിയിട്ടുള്ള മേഖലയാണ് ഏറ്റവും കൂടുതൽ, അവിടെ ഇന്ന് കാർഷിക മേഖലയായി മാറിയെന്നും അതുകൊണ്ട് രാജവിളംബരത്തിന്റെ ഭാഗമായി 15,520 ഹെക്ടർ ഭൂമിയിൽ നിൽക്കുന്ന പ്രശ്നം രാജവിളംബരത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ടെന്നും അത് സഖ്യനിരകളുടെ പ്രദേശങ്ങളെയാണ് അതിർത്തിപ്പെടുത്തിയിട്ടുള്ളതും അതുകൊണ്ട് അന്ന് ഏലം കൃഷി ചെയ്തിരുന്ന രാജവിളംബര കാലഘട്ടത്തിൽ ഏലം കൃഷി ചെയ്തിരുന്ന വാഗവീട്, ശാന്തമ്പാറ ആ പ്രദേശങ്ങളെ പരിമിതപ്പെടുത്തി കാടമന്റെ മേഖല മാറ്റി ബാക്കിയുള്ളവർക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ശാസ്ത്രീയമായ പഠനം നടത്തി കളക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റ് ഇനിയിപ്പോ എന്തെടുക്കേണ്ടത്? അതെടുക്കേണ്ടത് ഒന്ന്, സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട്. ആ കേസിന് പരിഹാരം ഉണ്ടാവേണ്ടത് സ്വാഭാവികമായും ഗവൺമെന്റ് നിക്ഷിപ്തമായ ഭൂമി എത്തിയാൽ ആ ഭൂമി എത്തുന്നതിനോട് കൂടി സർക്കാരിന്റെ കൈവശത്തേക്ക് അല്ലെ സർക്കാർ നിക്ഷിപ്തമായ ഭൂമിയായി മാറുമ്പോൾ ഈ ഏലം എന്ന് പറഞ്ഞ് ലാൻഡ് രജിസ്റ്ററിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കൃഷിക്കാരുടെ കൈവശ ഭൂമിക്ക് പട്ടയം കൊടുത്ത് തടസ്സം ഒഴിവാക്കാൻ കഴിയും. കാരണം സർക്കാരിന് തീരുമാനം എടുക്കാം. അതാണ് ഒരു കാര്യം. 2, ആദിവാസി മേഖലയുള്ള പട്ടയം കൊടുക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ പ്രശ്നം എന്താ? നിർമ്മാണ നിരോധന മേഖല എന്നുള്ള രൂപത്തിൽ നമ്മുടെ മേഖല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അത് കടത്തണമെങ്കിൽ അതിനെ ഭൂവിനിയോഗ നിയമത്തിൽ ഭേദഗതി വരുത്തി നിലപാട് സ്വീകരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കേരള ഗവർണർ ഇപ്പൊ സർവകലാശാലയുടെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളിൽ, ഇപ്പൊ ലോകായുക്ത പ്രശ്നത്തിൽ BJPയുടെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവാം. എന്നാൽ ഒരു ജില്ലയിലെ ഭൂരിപക്ഷം വരെ ജനങ്ങളെ ബാധിക്കുന്നതും മറ്റ് മലയോര മേഖല ജനങ്ങളെ ബാധിക്കുന്ന മറ്റ് 13 ജില്ലകളിൽ, ആലപ്പുഴ ഒഴിച്ച് 14 ജില്ലകളെ ബാധിക്കുന്ന മലയോര മേഖല കൃഷിക്കാരന്റെ കൈവശ ഭൂമിക്ക് പട്ടയം കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കിയാണ്, നിർമ്മാണ നിരോധന മേഖല.
അതിന് പരിഹാരം കാണാൻ വേണ്ടി ഗവർണർ കൊടുത്തിട്ട് ഗവർണർ ഒപ്പിടുന്നില്ല. ഗവൺമെന്റ് ഇപ്പൊ സുപ്രീം കോടതി കൊടുത്ത കേസിന്റെ ഭാഗം അത് ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് വന്നാൽ ആ വിഷയം തീരുന്നതിനോട് കൂടി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം കാണുമെന്ന് നല്ല വിശ്വാസം ജനങ്ങൾക്കുണ്ട്. 6 പതിറ്റാണ്ട് കാലം പട്ടയം ലഭിക്കാതിരുന്ന പട്ടികയിൽ ഉപേക്ഷിക്കപ്പെട്ട പ്രദേശത്തെ പട്ടയം കൊടുത്തു. അതുപോലെ ഷോപ്പ് സെറ്റുകൾക്ക് പട്ടയം കൊടുക്കാം. നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമാണ് കട്ടപ്പന. കട്ടപ്പന പട്ടയം കൊടുക്കുന്നതിന് ഷോപ്പ് സെറ്റ് പട്ടയം കൊടുത്ത തടസ്സം ഉണ്ടായിരുന്നു. അവിടെ ആദിവാസികൾക്ക് വേണ്ടി ആദ്യകാലം കുടിയേറിയിട്ടുള്ള ആദിവാസി ജനവിഭാഗങ്ങളുടെ സെറ്റിൽമെന്റ് മേഖല എന്ന തടസ്സം ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റ് മാറ്റി. ഇപ്പൊ അവിടെ ഷോപ്പ് സെറ്റുകൾക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി നടപടി പൂർത്തീകരിച്ചു, സർവേ പൂർത്തീകരിച്ചു. അപ്പൊ അതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്തുള്ള നിലപാടുകളാണ്. ആ നിലപാടിന്റെ ഭാഗമായി പ്രശ്നത്തിന് പരിഹാരം കാണും. പിന്നെ ഗവൺമെന്റിനെതിരായി ഉപയോഗപ്പെടുത്താൻ UDF നടത്തുന്ന ഒരു സമീപനമാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യം. ആ കാര്യത്തിൽ ഗവൺമെന്റ് ശാശ്വതമായി ഇടപെടാൻ കഴിയുന്ന എല്ലാ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗം പ്രധാനമായി എടുത്ത തീരുമാനം എന്താ? മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, വനം മന്ത്രി, തദ്ദേശ വകുപ്പ് മന്ത്രി, പട്ടികവർഗ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുൾപ്പെടുന്ന ഒരു പ്രത്യേകമായ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് ശാശ്വതമായ പരിഹാരം കാണാനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നു. 12-ാം തീയതി വിഷയങ്ങളെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട വനം മന്ത്രി ജില്ലയിൽ പ്രവേശിച്ച് വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനം മന്ത്രി വന്ന് ഈ കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന ശാശ്വത നിലപാടെടുക്കും. വന്യജീവി ആക്രമണത്തിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്ക്. കാരണം ഓരോ മനുഷ്യജീവനും നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെടുന്ന മരണത്തിന് പകരം വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് ആ വിഷയത്തെ എല്ലാവരുടെ കൂടി നിന്ന്, എല്ലാവരും ഒറ്റ മനസ്സോട് കൂടി നിന്ന് ഈ മഹാവിപത്തിനെ ചെറുക്കാനുള്ള സമീപനമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി എടുക്കുന്ന നിലപാട്. ഉദാഹരണം ഏറ്റവും അവസാനമായ കാഞ്ഞിരവേലിൽ ഒരു വീട്ടമ്മ മരണപ്പെടാനിടയായി. അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ ഇന്നലെ പറഞ്ഞല്ലോ, ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ആ വീട്ടമ്മയുടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായി അതിന്റെ രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ മൂന്നാറിൽ മരണപ്പെടാനിടയായി. വളരെ ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു. അപ്പൊ സ്വാഭാവികമായും ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ പിന്നിൽ പിന്തുണ കൊടുക്കുക. മറ്റൊരു വിഷയം, മാധ്യമങ്ങൾ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തല്ലോ, മുഖ്യമന്ത്രിയെ നവകേരള സദസ്സിൽ കാണാൻ വേണ്ടി വന്നപ്പോ കുഴഞ്ഞു വീണ ഒരു കുടുംബം അനാഥമായി എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ സൂക്ഷ്മമായ ഇടപെടൽ നടത്തി, കൃത്യമായ ഇടപെടൽ നടത്തി. ഇന്നലെ മന്ത്രിസഭാ യോഗം ആ കുഴഞ്ഞു വീണ മരിച്ച യഥഭാഗ്യയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ കൊടുക്കാൻ ഇന്നലെ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വന്ന ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് ഒരു വിഷയവും അവശേഷിക്കാതെ കൊണ്ട് ഗവൺമെന്റ് പരിഹരിക്കപ്പെടാൻ പോവാണ്. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയെ ഗവൺമെന്റിനുണ്ട്. ആയിരക്കണക്കായ ആളുകൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ കൊടുത്തവിടെ എല്ലാ അക്കൗണ്ടിലേക്ക് ഇപ്പൊ പൈസ ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ തങ്കച്ചൻ പറഞ്ഞൊരു കാര്യമാണ് പെൻഷൻ ജനങ്ങൾക്ക് ഒരു പ്രതിഷേധമുണ്ട്. അതിന്റെ കാരണം എന്താ? കേന്ദ്ര ഗവൺമെന്റ് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല. ഇന്നലെ സുപ്രീം കോടതി ഇപ്പൊ കേസ് നടത്തി അനുകൂലമായ വിധി ഉണ്ടായി. ഇന്നലെ തന്നെ ധനകാര്യ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. 18 മാസക്കാലം 600 രൂപ കുടിശ്ശിയുള്ളവർ കൊടുക്കാതിരുന്നവർ 1600 ആക്കി, അത് 4 മാസം കുടിശ്ശിയാക്കിയെന്ന് വരുത്തി തീർക്കുമ്പോൾ ആ വരുത്തി തീർക്കുന്നതിനെയൊക്കെ ജനങ്ങളെ നല്ല പോലെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. അങ്ങനെ കഴിയുക മാത്രമല്ല, അവർക്ക് പെൻഷൻ കൊടുക്കും, ലൈഫ് പദ്ധതിയുടെ കാര്യം നടപ്പാക്കും, സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന് പ്രശ്നം പരിഹരിക്കപ്പെടും. അതെല്ലാം പരിഹരിക്കപ്പെടാൻ ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി, സുപ്രീം കോടതി നടത്തിയ ഇടപെടൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടാൻ ഇടയായിട്ടുണ്ട്. ആ ഇടപെട്ട് അതൊക്കെ ഞങ്ങൾ പരിഹരിക്കപ്പെടും. അങ്ങനെ ഗവൺമെന്റ് വിരുദ്ധ വികാരമൊന്നും ഈ തെരഞ്ഞെടുപ്പ് ഒരിടത്തും പ്രതിഫലിക്കില്ല. ആരെയും പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചാൽ കാര്യകാരണ സഹിതം പറഞ്ഞ് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങളോടൊപ്പം അണിനിരത്താൻ കഴിയും. മറ്റൊരു വിഷയം, ഇപ്പോൾ താങ്കൾ പറഞ്ഞു പോയൊരു വിഷയമാണ് ഈ വന്യജീവി ആക്രമണവും അതുപോലെ തന്നെ ആദിവാസികളുടെ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് ഉയർത്തിക്കൊണ്ട് അവർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും ഒക്കെ, സംസ്ഥാന സർക്കാരിന് നിരവധി തവണ പരാതി കൊടുത്തിട്ട് അതിൻ്റെ പരിഹാരമുണ്ട് ഇല്ല എന്ന് പറയുന്നു. ചിന്നക്കനാൽ അടക്കമുള്ള പ്രദേശത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ.
1490 ഏക്കർ ഭൂമി ചിന്നക്കനാലിൽ വിതരണം ചെയ്തു. അതിൽ മാറ്റിയിട്ട ഭൂമിയിൽ 556 ഏക്കർ, ബാക്കി 822 ഏക്കർ ഭൂമി ഇപ്പോഴും വനം വകുപ്പ് അന്യായമായി കൈവശം വെച്ചിരിക്കുകയാണ്. ഈ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന കണക്കുകൾ പ്രകാരം 7000-ലധികം ആദിവാസികൾക്ക് ഭൂരഹിതരുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ ഭൂരഹിതരായ ആദിവാസികളെ കുടിയിരുത്തുന്നതിന് പകരം ആ ഭൂമി വനം വകുപ്പിന് കൈമാറുകയും ആനയിറങ്കൽ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല മറ്റൊരു വിഷയം, ആനച്ചാലടക്കമുള്ള നിരവധി പ്രദേശങ്ങളിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ വനവിജ്ഞാപനം ഉണ്ടാകുന്നു. മറ്റൊരു വിഷയം, മൂന്നാറിനെ ഉൾപ്പെടെ 13 ഗ്രാമപഞ്ചായത്തുകളെ ദുരന്ത നിവാരണ നിയമത്തിന് കീഴിലാക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഗവൺമെൻറ് ജനങ്ങളെ ഉദ്ധരിക്കാനായി നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കാപ്പുറത്ത് പലയിടങ്ങളിലും ജനവാസ മേഖലകളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് വനവിജ്ഞാപനം വരുന്നു. മാങ്കുളത്തിൽ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഏറ്റെടുത്ത ഭൂമി 5200-ൽ ആ ജനങ്ങൾക്ക് വിതരണം ചെയ്ത ഭൂമി ഉൾപ്പെടെ ഇപ്പോൾ വനവിജ്ഞാപനത്തിന് കീഴിൽ വന്നിരിക്കുന്നു. വലിയ ഒരു ഗുരുതരമായ സാഹചര്യം വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയെ ബാധിച്ചിരിക്കുന്നു. വനം വകുപ്പിൻ്റെ കടന്നുകയറ്റം ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭീതി. ഇപ്പോൾ മാങ്കുളത്ത് കുറേ ദിവസങ്ങളായി അവിടെ സമരം നടക്കും. ജനങ്ങളാണല്ലോ അവിടെയും സമരം നടക്കുന്നത്. നമ്മളിപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുമ്പോൾ പലയിടങ്ങളിലും ചെറുതും വലുതുമായ സമരങ്ങളും സമര പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും നടക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും സെറ്റിൽ ചെയ്യാതെ എങ്ങനെ നമുക്ക് ഇത് അനുകൂലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഈ വോട്ടെല്ലാം വന്നു ചേരും, ഒഴുകിച്ചേരും, പ്രതിഷേധത്തിൻ്റെ വോട്ടുകൾ നമുക്കെങ്ങനെ കിട്ടും എന്നതിനെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് CPM, ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് പറയാം, മാങ്കുളത്തെ വനം ഉദ്യോഗസ്ഥൻ എടുത്തുള്ള നിലപാടില് ശക്തമായ നിലപാട് സ്വീകരിച്ചു. അവിടെ ആവശ്യം DFI സ്ഥലം മാറ്റുകയാണെന്നുള്ളതായിരുന്നു. ആ തീരുമാനം ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. 2, അവിടെ ദേശീയപാത വരുന്നതുമായി ബന്ധപ്പെട്ട റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയ പ്രശ്നമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് വാളറ മുതൽ ആ റോഡ് അതിലെ വരുമ്പോൾ ദേശീയപാതയ്ക്ക് 12 മീറ്റർ വീതി വേണം. ആ 12 മീറ്റർ വീതിക്ക് റോഡ് വെട്ടാൻ പ്രായോഗികമായി വനംബാന്ധനിലൂടെ കടന്നു പോയി കഴിയുന്ന തകച്ചുകൊണ്ടിയാവല്ലോ. ഇപ്പൊ മാങ്കുളത്തിൽ നിന്ന് 2-6 മൈലിൽ നിന്ന് കയറിയ വനത്തിലൂടെയാ പോകുന്നത്. അവിടെ 5 മീറ്റർ വീതിക്ക് ഒരു റോഡ് തീർത്ത് ഒരു സമാന്തര പാത 2-6 മൈലിൽ നിന്ന് ആരംഭിച്ച് കല്ലാരി വന്നിറങ്ങുന്ന തരത്തിൽ ഒരു സമാന്തര പാത ഉണ്ടാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ചയിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായി ഇതിന്റെ നടപടികൾ പൂർത്തീകരിച്ചാൽ, ആ സ്വാഭാവിക സർവേ പൂർത്തീകരിച്ചാൽ അത് നടക്കും. അവിടെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ തലതിരിഞ്ഞു നിൽക്കുന്ന സമീപനമല്ല ഞങ്ങൾക്കുള്ളത്. അതാണ് ഞങ്ങളെ ജനങ്ങൾ വിശ്വാസം എടുക്കുന്നത്. 2, വനഭൂമി ഇവിടെ 0 കണക്കാക്കിയതിന് ഇപ്പറയായി ഇനി ഇടുക്കി ജില്ലയിൽ 1 ഇഞ്ച് ഭൂമി പോലും വനഭൂമിയാക്കാൻ വനം വകുപ്പിനെ അനുവദിക്കുന്ന പ്രശ്നമില്ല. എന്നാൽ ഏകപക്ഷീയമായി 1970-ലെയും 93-ലെയും ഒക്കെ നിയമം വെച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇറക്കിയിട്ടുള്ള ഉത്തരവുകളെ മുഴുവൻ ഞങ്ങൾ അത് നോട്ടിഫൈ ചെയ്ത നിലപാട് സ്വീകരിച്ചു. മറ്റൊരു മേഖല, ഇപ്പൊ ചിന്നക്കനാലിലെ പ്രശ്നം എന്താ? ചിന്നക്കനാലിലെ പ്രശ്നം കോടതിയിൽ കൊണ്ടെത്തിച്ചത് ആ പ്രദേശത്തുള്ള ഒരു വിഭാഗം ആളുകൾ നടത്തിയ പരസ്പരമുള്ള മത്സരത്തിന്റെ ഭാഗമായി 168 കുടുംബങ്ങൾ ആദിവാസി ഭൂമികൾ കൈവശം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പരിസ്ഥിതി സംഘടന കൊടുത്ത കേസിനെ തുടർന്നാണ് DL റാം പ്രദേശത്ത് എടുക്കേണ്ടത്. എന്താ ഗവൺമെന്റ് നിലപാടെടുത്ത്? വളരെ കൃത്യമായി ഗവൺമെന്റ് പറഞ്ഞു, തർക്ക പ്രദേശങ്ങളിൽ കൃഷിക്കാരെ കുടിയിറക്കാൻ പാടില്ല, അവന്റെ വീട്ടിൽ നിന്ന് കുടിയിറക്കാൻ പാടില്ല. നിങ്ങൾ വേണമെങ്കിൽ ക്രിയാത്മകമായുള്ള നിലപാടല്ല, കോടതിയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് സർവേ നടത്തി ബോർഡ് വെക്കാൻ പാടുള്ളൂ. ഒരിടത്തും കൃഷിക്കാരന്റെ ഭൂമി വെട്ടി നശിപ്പിക്കാൻ പാടില്ല. ഞാൻ തന്നെ പോയതാണല്ലോ DL റാമിൽ, തങ്കച്ചനും വന്നതാണല്ലോ. അവിടെ ഞങ്ങൾ ഇടപെട്ട് നടത്തിയതിന് ഭാഗമായിട്ടാണ് അവിടെ ആരെയും കുടിയിറക്കാൻ വയ്യാത്തത്. പൂപ്പാറ പ്രശ്നം, പൂപ്പാറയിൽ അവിടെ കുടിയിറക്കാൻ ഇടയായ സാരി എന്താ? ഗവൺമെന്റ് നടപടിയാണോ? അല്ല. അവിടെ കച്ചവടക്കാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് 2 കെട്ടിടത്തെ സംബന്ധിച്ച് ഒരു സംഘടന കൊടുത്ത പരാതിയുടെ അടിസ്ഥാനമൊക്കെ എന്താണെന്നൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ആ പോയതിന്റെ ഭാഗമായി നിലപാട് സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവസാനം 2 പേര് വന്ന് പരിശോധിച്ചപ്പോ 2 അല്ല, അവിടെ 56 കുടിയേറ്റങ്ങളുണ്ട്, അനധികൃതമുണ്ട് എന്ന് പറഞ്ഞ് അവർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്.
അത് പരിഹരിക്കാൻ പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കാൻ പദ്ധതി ആവിഷ്കരിച്ച് പഞ്ചായത്തോടെ എടുത്ത് അവിടുത്തെ കച്ചവടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ പ്രദേശത്തും പ്രശ്നം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ജനങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ വിശ്വാസം എടുക്കുന്നുണ്ട്. അവിടെ ആളുകളെ വിളിച്ചുകൂട്ടി ആ വിഷയങ്ങൾ ഓരോന്നും പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കും. ജനങ്ങൾ ഇപ്പോഴും ഞങ്ങളെയാണ് വിശ്വസിക്കുന്നത്. ഇന്ന് മാങ്കുളംകാര് രാവിലെ വിളിച്ച് എന്നോട് നന്ദി പറഞ്ഞു. DFO മാറ്റിയെ സംബന്ധിച്ച് LDF ഗവൺമെന്റ് തീരുമാനം ഇടനിലപാട്. അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ആവശ്യം കുറെ പ്രശ്നങ്ങളുണ്ട്, വനം വകുപ്പിന്റെ കടന്നുകയറ്റമുണ്ട്. അതൊക്കെ അക്കമിട്ട് ഇന്ന പ്രദേശം വരാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മാങ്കുളവുമായിട്ട് ഉള്ള പ്രശ്നം തന്നെ ഒരിക്കൽ കൂടി അങ്ങോട്ട് ആ ചോദ്യം ഉന്നയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ 16 ദിവസമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ കേസുമായി ബന്ധപ്പെട്ട് അകത്തിട്ടത്. വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നു. 18 ലക്ഷം രൂപ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത്, ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവീൺ എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ശ്രമഫലമായി അവിടെ നിരവധി വർഷങ്ങളിൽ ആളുകൾ എല്ലാ വർഷവും തന്നെ ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്ന ആളുകൾ ചാടി മരിക്കുന്ന, അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി ഈ DFO ഇരുന്ന് തീരുമാനിച്ച യോഗത്തിൻ്റെ അംഗീകരിച്ചാണ് ഈ 18 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിക്കുന്നത്. അങ്ങനെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പണിത കെട്ടിടം അല്ലെങ്കിൽ ആ വാച്ച് ടവർ അത് പൊളിച്ചു മാറ്റണം, അത് അനധികൃതമാണെന്ന് പറയുന്നു. ഒരു സുപ്രഭാതത്തിൽ DFOയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം വന്ന് അവിടെ തമ്പടിച്ച് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. അവിടെ സന്ദർശനത്തിന് എത്തിയിരിക്കുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കമുള്ള ആളുകളെ ആട്ടിപ്പായിക്കുന്നു. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങളാണല്ലോ അവിടെ ഭരിക്കുന്നത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലൂടെ സംഘം അവിടെ എത്തുന്നു, ഇത് ചോദ്യം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പരസ്യമായി അപമാനിക്കുകയും വനിതാ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ അവരുടെ ദേഹത്ത് സ്പർശിച്ച് വളരെ മോശമായ ഭാഷ സംസാരിക്കുന്നു. അവർ കൊടുത്ത കേസിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത് ഈ ഗ്രാമപഞ്ചായത്ത് 2 മെമ്പർമാർക്ക് അവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനമേറ്റതായി പറയുന്നു. അവർ ആശുപത്രിയിൽ അഡ്മിറ്റായി, പോലീസ് ഇൻറ്റിമേഷൻ എടുത്തു. പക്ഷേ ഇവർ കൊടുത്ത കേസിലൊന്നും യാതൊരു നടപടിയുമില്ല. വനം വകുപ്പ് കൊടുത്ത കേസിൽ നടപടി സ്വീകരിക്കുകയും നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറടക്കം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യേണ്ട ദാരുണമായ സംഭവം അരങ്ങേറിയിട്ടും ഒരു കേവലമായ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റത്തിലൂടെ ഇത് പ്രശ്നം സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. മറ്റൊന്ന്, വനം വകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിജ്ഞാപനം ഇറക്കിയാൽ ആ വിജ്ഞാപനം മരവിപ്പിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് താങ്കൾക്കറിയാമല്ലോ. വനം വകുപ്പ് ഇറക്കിയ ഉത്തരവ് പിൻവലിക്കുകയല്ലാതെ മരവിപ്പിക്കൽ എന്ന ഒരു പ്രക്രിയ തൽക്കാലം നടപ്പാക്കുന്നില്ല എന്നൊരു പ്രക്രിയ ഒരിക്കലും സാധ്യമല്ല. വനം വകുപ്പ് ഒരു വിജ്ഞാപനം ഇറക്കിയാൽ ആ വിജ്ഞാപനം എപ്പോഴും തന്നെ നിലനിൽക്കും. ആ വസ്തുത താങ്കൾ മനസ്സിലാക്കിയതിന് ശേഷമാണോ ഇത് പരിഹരിച്ചു എന്ന് പറയുന്നത്? അല്ല, ഒരു കാര്യം, മാങ്കുളം സംഭവം ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കാണിച്ച തെമ്മാടിത്തരമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ നിലപാട് ചെയ്യും. മാങ്കുളം പോലെ പ്രദേശത്ത്, ഒറ്റപ്പെട്ട പ്രദേശത്ത് ഒരു സംഭവം ഉണ്ടാകുന്നു. ആ സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന എപ്പോഴാ? അവിടെ പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് 88 പേരുടെ പേരിൽ, ബഹുമാനപ്പെട്ട വൈദികൻ ഉൾപ്പെടെ 88 പേരുടെ പേരിൽ കേസെടുക്കുകയും അതിന്റെ ഭാഗമായി രാത്രിയിൽ അവിടെ ഒരു വീട്ടിൽ കയറി ഒരാളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായ സാഹചര്യത്തിലാണ് സ്വാഭാവികമായ പ്രശ്നത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തിയുള്ള ഇടപെടൽ. ആ ഇടപെടലിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് മർദ്ദിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ആളുകളെ വീട് കയറി പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹാജരായി സ്വാഭാവികമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ തടസ്സപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ട് അവർക്ക് കേസെടുക്കാനുള്ള പരിരക്ഷയുടെ നിയമമായിട്ടുണ്ട്. ആ നിയമത്തിന്റെ ഭാഗമായി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നിയമപരമായി വന്ന വിഷയമാണ്. പക്ഷെ എന്താ നിലപാട് സ്വീകരിച്ചത്? ഒരു ബ്യൂറോക്രാറ്റിനേക്കായും അവകാശം ജനപ്രതിനിധിക്കാണോ? താങ്കൾ അത് കൂടി അതുകൊണ്ടാണല്ലോ
ബ്യൂറോക്രാറ്റ് കൊടുത്ത മൊഴിക്ക് അനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന് മർദ്ദിച്ചു എന്ന് പറഞ്ഞ DFO ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി കൃത്യമായി കേസെടുത്ത് അവര് കൊടുത്ത മഴയുടെ അടിസ്ഥാനം എടുത്തു. പിന്നെ മറ്റു കാര്യം എന്താ, കോടതിയുടെ മുമ്പാകെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ CCTVക്കകത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി അല്ലെങ്കിൽ അവിടെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന CCTVയുടെ ദൃശ്യത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഏതാണ്ട് 22 പേരൊഴിച്ച് 32 പേരൊഴിച്ച് ബാക്കി മുഴുവൻ ആളുകളെ പ്രതിപട്ടയത്ത് ഒഴിവാക്കിയത് ഗവൺമെന്റ് ഇടപെടല. ആ 32 പേരിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസ് കസ്റ്റഡിയിൽ പോയ 2 പേരൊഴിച്ച് ഒരാളുകളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അവർക്ക് റിപ്പോർട്ട് കൊടുത്ത് ജാമ്യം കിട്ടുന്ന നിലപാടെടുക്കുമെന്ന് പറഞ്ഞു. അതാണ് ഒരു ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഉണ്ടായ കേസെടുത്താൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ DFO അവിടെ ഇരുന്നുകൊണ്ട് തോന്നിയാസം കാണിച്ച് അയാളെ മാറ്റണമെന്ന് നിലപാടെടുത്തു. ISF, IAS, IPS ഉദ്യോഗസ്ഥന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണത്തിൽ വന്നതിന്റെ ഭാഗമായി ചില അനുമതി, കേന്ദ്ര അനുമതിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് മാറ്റാൻ കഴിയുക. അതിനുള്ള സമയത്തിന് വേണ്ടി കാത്തിരുന്നു. ആ സമയം കിട്ടി. അതിനനുസംബന്ധിച്ചുള്ള നിലപാടാക്കാരും സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ജനങ്ങൾ ഉയർത്ത പ്രശ്നത്തിന് ന്യായമുണ്ട്. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. പിന്നെ ഏതെങ്കിലും ഒരു സംഭവത്തില് പ്രദേശത്ത് ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാൽ അത് ഗവൺമെന്റ് പൊതു നയമായി പ്രഖ്യാപിക്കുകയല്ല ചെയ്യേണ്ടത്. ആ സംഭവത്തിന് ശേഷം ഗവൺമെന്റ് എങ്ങനെ ആക്ട് ചെയ്തു, ഗവൺമെന്റ് ആരോടൊപ്പം നിന്നു, ജനങ്ങളോടൊപ്പം നിന്നോ, അത് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പം നിന്നോ എന്നുള്ള നിലപാട് സ്വീകരിച്ചാണ് എടുക്കേണ്ടത്. അത് വളരെ കൃത്യമായി ജനപക്ഷ നിലപാട് നിന്നുകൊണ്ട് അവരവിടെ ഉയർത്തിയിരിക്കുന്ന വാദങ്ങളെല്ലാം ന്യായമാണെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചുള്ളത്. ആ നിലപാടിന്റെ ഭാഗമായി ഇനിയും പോകും. അവിടെ ഒരാളെ ആദിവാസി വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ദേഹത്ത് സ്പർശിച്ച് അശ്ലീല സംഭാഷണം നടത്തി എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പരാതി. ആ പരാതി പോലീസിനും SP-ക്ക് അടക്കം കൊടുത്തു. ഹരിജൻ അട്രോസിറ്റി അതല്ല അങ്ങനെ പറഞ്ഞ് ഒഴിവാകരുത്. ഹരിജൻ അട്രോസിറ്റി പ്രകാരം കേസെടുത്താൽ പോലീസ് എടുക്കേണ്ട നടപടി എന്തുകൊണ്ട് സ്വീകരിച്ചിട്ടില്ല? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ സാധാരണക്കാരായ ഒരാൾ യാചമെന്നു പോലും ഇരിക്കട്ടെ, ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇപ്രകാരം മൊഴി രേഖപ്പെടുത്തിയാൽ എത്ര മിനിറ്റുകൾക്കകം, മിനിമം 48 മണിക്കൂറിനകം തന്നെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കണം. ഇത് പൊതുനിരത്തിൽ വെച്ച് ഒരു വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതിലുപരി അവരൊരു ആദിവാസി സ്ത്രീ, അവരെ പൊതുനിരത്തിൽ അവരുടെ ദേഹത്തെ സ്പർശിച്ച് അശ്ലീല സംഭാഷണം നടത്തിയെന്നാണ് അവരുടെ പരാതി വായിച്ചതിൽ മനസ്സിലാക്കുന്നത്. അത് ദൃസാക്ഷികളുണ്ട്. പറയുന്നത് 2 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ദൃസാക്ഷികൾ, അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ദൃസാക്ഷികൾ. പൊതുനിരത്തിൽ വെച്ച് അപമാനിക്കുകയും അവരെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്ത ഒരു DFOയ്ക്ക് വെറും ഒരു സ്ഥലമാറ്റം എന്ന് പറയുന്നത് ആർക്ക് അംഗീകരിക്കാൻ കഴിയും? അവരുടെ പേരിൽ ഈ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അകത്തിട്ടു. എങ്ങനെയെങ്കിൽ ഈ എന്ത് ചെയ്യണമായിരുന്നു? അതിലെന്ത് നടപടിയാണ്? എന്താണ് CPM, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത്? അവർ പറയുന്നത് അവർ ആദിവാസി ആയതുകൊണ്ട് ഞങ്ങളെ പരിഗണിക്കുന്നില്ല, ഗവൺമെൻറ് ഞങ്ങളെ പരിഗണിക്കുന്നില്ല. അവർ പാർട്ടിക്കാർ തന്നെയല്ലേ? അവർ നിങ്ങളുടെ പാർട്ടി മെമ്പറല്ലേ? നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അല്ല, ഞാനതിനകത്തെ തങ്കച്ചൻ ഇപ്പൊ ഇവിടെ പറയുന്ന പോലെ ആ വിഷയത്തിനകത്ത് ആദിവാസിയായ പഞ്ചായത്ത് മെമ്പർ മർദ്ദനമേറ്റെന്ന് പറഞ്ഞത്, അവർ ആശുപത്രിയിൽ അഡ്മിറ്റായത്, ഫോറസ്റ്റ് വനം വകുപ്പ് കേസെടുത്തത്, അതിന്റെ എല്ലാം കാര്യകാരണ സഹിതം വിശദീകരിച്ചാൽ ആ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവിടെ ആളുകൾക്ക് ദോഷകരമായി ബാധിക്കും. ആ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ കേസിന് എടുത്തിപ്പ് അറസ്റ്റ് ചെയ്യപ്പെടാൻ ഇടയായത്, പഞ്ചായത്ത് മെമ്പറുടെ മൊഴിയെടുക്കാൻ ഏത് ദിവസമാണ് മൊഴിയെടുത്തത്, എപ്പോഴാണ് കേസെടുത്തതെന്നൊക്കെ സംബന്ധിച്ചുള്ള വസ്തുത തങ്കച്ചനും അറിയാം, എനിക്കും അറിയാം. ഞാൻ അതിന്റെ വിശദാംശം പോകുന്നില്ല. ഒരു കാര്യം എടുത്താൽ മതി, ഗവൺമെന്റ് ശ്രദ്ധയപ്പെട്ടപ്പോൾ ഗവൺമെന്റ് ആക്ട് ചെയ്തു. ഗവൺമെന്റ് ശ്രദ്ധയപ്പെട്ടപ്പോൾ ഗവൺമെന്റ് ആക്ട് ചെയ്തു, പോലീസ് ആക്ട് ചെയ്തു. അതിന് മുമ്പോട്ടുള്ളതൊന്നും ഞാൻ പരിശോധിക്കില്ല. പഞ്ചായത്ത് മെമ്പറുടെ മൊഴിയെടുത്ത പ്രസിഡന്റ് മൊഴിയെടുത്തപ്പോഴാണ് അവരെപ്പോഴാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നത്. ഓൺ ദ സ്പോട്ടിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വന്ന വിഷയത്തിനകത്ത് ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പോലീസിനെതിരെ അവർക്കെതിരെ എടുത്ത നിലപാടിന് അത് ശ്രദ്ധയപ്പെട്ടപ്പോൾ ഗവൺമെന്റ് ആക്ട് ചെയ്തോ, അവിടെയാണ് പ്രശ്നം. ആ ഗവൺമെന്റ് ആക്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.
ആക്ട് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മറ്റു വിശദാംശത്തെ അവർ അറസ്റ്റ് ചെയ്യാൻ ഇടയായത് അവിടെ കേസിന്റെ മെരിറ്റ്, ആ കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു ചാനൽ ചർച്ചയുടെ ഭാഗമായി എന്നെ പോലുള്ള ആളിപ്പോൾ ഉന്നയിക്കാൻ പാടില്ല. കാരണം അത് കേസ് സ്വാഭാവികമായും നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ കേസ് സ്വാഭാവികമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ചില പരിമിതികളമായ സാധനം. മറ്റൊരു കാര്യം എന്താ, ഒരു ഹരിജൻ ആത്മഹത്യ കേസ് എടുക്കണമെങ്കിൽ ഒന്ന്, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ആ വകുപ്പ് ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിയുണ്ട്. അപ്പൊ ഡിവൈഎസ്പി അന്വേഷിക്കണം. ഡിവൈഎസ്പി റാങ്ക് ലിസ്റ്റിൽ കുറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചുകൂടാ. അങ്ങനെ അന്വേഷണം നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം നിന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെതിരായി നിലപാടെടുക്കുമ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ പ്രതിനിധിയാണ്. ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ അതിന് നിയമപരമായ പരിരക്ഷ കൊടുക്കാനുണ്ട്. ഒരു സാധാരണ പൗരനെ പോലെ അല്ലല്ലോ ഉദ്യോഗസ്ഥന്മാരെ. അപ്പൊ അതിന്റെ ചില പരിമിതികൾ നിന്നുകൊണ്ട് ആ വിഷയത്തിൽ എടുക്കാൻ കഴിയുന്ന ഗവൺമെന്റ് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ആഫീസ് തന്നെ ഇടപെടൽ നടത്തിയെടുത്തിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും യാതൊരു ആശങ്കയില്ല. അതൊക്കെ വളരെ കൃത്യമായി പോകും. അതിന്റെ മറ്റ് പിന്നാമ്പുറ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ഞാനും തങ്ങത്തിനോട് വേണം വ്യക്തിപരമായി പറയാം. അത് പറയുന്നത് അവർ ആ പ്രദേശവാസികൾക്ക് ദോഷം ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ പശ്ചാത്തലമൊന്നും പോകുന്നില്ല. എന്തായാലും ആ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു കാര്യം തീർത്ത് പറയാം, ഈ വിഷയത്തിനകത്ത് അതിന് ഉത്തരവാദികളായ ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും രക്ഷപ്പെട്ടു പോവുകയില്ല. ഒന്ന്. രണ്ട്, അവിടെ ആളുകൾ അവിടെ പഞ്ചായത്തിന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർമ്മിതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഇനി അവിടെ കടന്നു കയറിക്കൊണ്ടുള്ള ഒരു നിലപാടെടുക്കുകയില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. വന്ന വിഷയത്തിനകത്ത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി. യെസ്, ഈ വനവിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉന്നയിക്കണം. കാരണം ഈ ഇടുക്കിയെ ബാധിച്ചിരിക്കുന്നൊരു ഗുരുതരമായ സാഹചര്യം നിലനിൽക്കും. ഞാൻ ആദ്യം ആ ചോദ്യത്തിൽ പറഞ്ഞെങ്കിലും താങ്കൾ ആ ചോദ്യത്തിലേക്ക് ആഴത്തിൽ വരാത്തതുകൊണ്ടാണ് വീണ്ടും ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നത്. നമുക്ക് ഈ മാങ്കുളം, അതുപോലെ തന്നെ ആനച്ചാല് തുടങ്ങിയ പ്രദേശങ്ങൾ, മാങ്കുളം, ആനച്ചാല്, ചിന്നക്കനാൽ, ഇവിടെയെല്ലാം വനവിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ വനവിജ്ഞാപനത്തിൻ്റെ ഒരു വിജ്ഞാപനം ഇറക്കുമ്പോൾ ആ വിജ്ഞാപനം ഏതൊക്കെ തരത്തെ പ്രദേശങ്ങളെ ബാധിക്കുമെന്നതിനും ജനവാസ മേഖലകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായി ബാധിക്കുമെന്നും ഏതൊരാൾക്കും അറിയാം. വനം വകുപ്പിനും അറിയാം, ആ വിജ്ഞാപനം ഇറക്കുന്നവർക്കും അറിയാം. പക്ഷേ ഈ റവന്യൂ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് വനമായി പ്രഖ്യാപിക്കുന്നു. വനം ഭൂമിയിലല്ല വനവിജ്ഞാനം, അല്ലെങ്കിൽ ഒരു പ്രപ്പോസ്ഡ് റിസർവ് ഫോറസ്റ്റിലല്ലല്ലോ ഈ വരുന്നത്. അതുപോലെ തന്നെ തൊടുപുഴയിൽ അവിടെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും അല്ലെങ്കിൽ മലങ്കര അണക്കെട്ടിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയും ഒക്കെ ഇപ്പോൾ വനവിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ വനവിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടു പോകുന്ന ഭൂമിയിൽ പിന്നെ അവിടുത്തെ ജനവാസം അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വലിയ ഗുരുതരമായ സാഹചര്യം നേരിടും. ഇപ്പോൾ നമുക്കറിയാം, ഏത് പ്രദേശം വനമായി വിജ്ഞാപനം ചെയ്തു അതൊക്കെ പിന്നെ ബഫർ സോൺ വേണമെന്നുള്ള ആവശ്യമായിട്ട് വരും. വലിയ നീണ്ട പോരാട്ടങ്ങളൊക്കെ നടത്തിയവരാണല്ലോ ഇടുക്കിക്കാർ. അപ്പോൾ CPM ആ പോരാട്ടത്തിൽ പങ്കാളികളുമാണ്. അപ്പോൾ ഗുരുതരമായ ഈ സാഹചര്യത്തിൽ പുതിയ പ്രദേശങ്ങളെ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ഒഴിവായി കിടക്കുന്ന റവന്യൂ ഭൂമികൾ മുഴുവനും വനമായി വിജ്ഞാപനം ചെയ്യുകയും ആ വിജ്ഞാപനം ചെയ്ത ശേഷം ജനങ്ങളുടെ പ്രക്ഷോഭമുണ്ടാകുമ്പോൾ ഞങ്ങളിത് മരവിപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നത് ശരിയല്ല. ഒന്ന്, ആ വിജ്ഞാപനം ഇപ്പോഴും നിലനിൽക്കുന്നു. വിജ്ഞാപനം നിലനിൽക്കുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ആ ഒരു പ്രദേശം വനമായി എപ്പോൾ വിജ്ഞാപനം ചെയ്തോ ആ സെഷൻ 4 നോട്ടിഫിക്കേഷൻ എന്നിറങ്ങിയോ അന്ന് മുതൽ അത് വനമായി തന്നെ ഉദ്യോഗസ്ഥന്മാർ കാരണം അവൻ്റെ പണി പോകുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉദ്യോഗസ്ഥർക്ക് മേലെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങളിത് മരവിപ്പിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് പിൻവലിക്കാനുള്ള നടപടി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുമോ? മാത്രമല്ല, വനം വകുപ്പ് മറ്റു വകുപ്പുകളുമായി യോജിക്കാത്ത പോകുന്നതായിട്ട് ജനങ്ങൾക്ക് മൊത്തത്തിലൊരു ഫീലിങ്സ് ഉണ്ട്. കാരണം റോഡിന് ഈ ഗവൺമെൻറ് തന്നെ ഫണ്ട് അനുവദിക്കുന്നു, റോഡ് തടസ്സപ്പെടുത്തുന്നതും ഈ ഗവൺമെൻറ്റിലെ വനം വകുപ്പ്. മരം വെട്ടിമാറ്റണമെന്ന് ഈ ഗവൺമെൻറ്റിലെ ജില്ലാ കളക്ടർ ഉത്തരവിടുന്നു, മരം വെട്ടിമാറ്റാത്തത് ഈ ഗവൺമെൻറ്റിലെ വനം വകുപ്പ്. അപ്പോൾ ഗവൺമെൻറ്റും ഈ വനം വകുപ്പും തമ്മിലുള്ള വലിയൊരു ശീതസമരം അല്ലെങ്കിൽ മറ്റു വകുപ്പുകളുമായിട്ടുള്ള സമരം നടക്കുന്നതായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്.
അതിന് എന്ത് പരിഹാരം ഉണ്ടാകും? ഇത്തരം വനവിജ്ഞാപനത്തെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? വനവിജ്ഞാപനത്തെ മരവിപ്പിച്ചുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. എനിക്കും താങ്കൾക്കും അറിയാം. ഒരു കാര്യം, ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമായത് ഏത് കാലഘട്ടം വന്നു? കസ്തൂരി രംഗൻ ഗാർഗിൽ പ്രശ്നം വന്നതോട് കൂടിയാണ്. UDF ഗവൺമെന്റ് വനഭൂമിയുടെ മേഖലകളിൽ 12 കിലോമീറ്റർ ബഫർ സോണായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് അന്ന് ഹരിത MLA-മാർ കൊടുത്ത ഒരു റിപ്പോർട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈവശമുണ്ട്. അത് മാറ്റം വരുത്താനുള്ള നിലപാട് സ്വീകരിച്ചപ്പോഴാണ് 2014 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായിയുടെ ഗവൺമെന്റാണ് അത് സീറോ ലാൻഡായി പ്രഖ്യാപിച്ച് സീറോ ബഫർ സോണായി കണക്കാക്കിക്കൊണ്ട് ജനവാസ മേഖല ഒഴിവാക്കണമെന്ന് നിലപാട് സ്വീകരിച്ചു. ഇത് സംബന്ധിച്ച് തിരുനൂൽപ്പാട് ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള തങ്ങൾക്കറിയാം. കൊടുത്ത കേസുകളെല്ലാം സ്വാഭാവികമായും നമ്മുടെ ജില്ലയിലെ വനം വകുപ്പ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നിയമത്തിന്റെ ഭാഗമായി. കേന്ദ്ര വന നിയമം ഇപ്പൊ ആരുടെ കൈവശമുള്ളത്? സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലാണോ? അല്ല. 1980 ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കും കൊണ്ടുവന്ന കേന്ദ്ര വന സംരക്ഷണ നിയമം, വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ച് 72 കൊണ്ടുവന്ന നിയമം, വന്യജീവി സംരക്ഷണ നിയമം. ഈ നിയമങ്ങളെല്ലാം കാലോചിതമായി മാറ്റം വരുത്തുക എന്നുള്ള ഒരു കാര്യം. രണ്ടോ, ഇത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ബഫർ സോൺ സംബന്ധിച്ച് ഭൂമിയുടെ ഇടപാടുമായി ഭൂമി സംബന്ധിച്ചുള്ള വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് കൊടുത്ത അവിടമെറ്റ് സ്വീകരിച്ച് സുപ്രീം കോടതി വിധിയായിട്ടുണ്ട്. അതിനർത്ഥം എന്താ? അതിനർത്ഥം എന്ന് പറയുന്നത് ഇപ്പൊ ഇനി ആ വിധി നടപ്പാക്കുന്ന പ്രായോഗിക പ്രവർത്തനത്തിലേക്ക് വരുമ്പോ വനഭൂമിയുടെ സീറോ കണക്കാക്കിയാൽ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ വരുന്ന ആളുകളുടെ ഭൂമിയെ സ്വാഭാവികമായും ഗവൺമെന്റ് നിഷിദ്ധമാവും. അതിനുവേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു. വലിയ കോളിളക്കം ഉണ്ടാക്കി. ഇവിടെ സാറ്റലൈറ്റ് സർവേ നടത്തി. ആ സർവേ നടത്തിയതിന്റെ ഭാഗമായി കുറെ പ്രദേശങ്ങൾ വന്നു. ആ സാറ്റലൈറ്റ് സർവേ പൂർണ്ണമായി റദ്ദ് ചെയ്യിപ്പിച്ചു. ആ റദ്ദ് ചെയ്തതിന്റെ ഭാഗമായി ജനകീയമായ സർവേ നടത്താൻ പറഞ്ഞു. ആ ജനകീയ സർവേ നടത്തി ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഭൂപ്രശ്നം സംബന്ധിച്ച് ചാർജുകാരനായ മന്ത്രി റോഷി അഗസ്റ്റിൻ സാന്നിധ്യം ചർച്ച ചെയ്തു. എവിടെയാണ് ബഫർ സോൺ വരേണ്ടത്? എവിടെയാണ് ജനവാസ കേന്ദ്രങ്ങൾ വനഭൂമിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൈയേറിയിട്ടുള്ള വളരെ കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര വനം മന്ത്രാലയത്തിന് കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന വനം വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ആ വിഷയത്തിനകത്ത് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് 1 ഇഞ്ച് ഭൂമി പോലും ഇനിയും ഇവിടെ വനഭൂമിയായി കൃഷിഭൂമി മാറാൻ പാടില്ല എന്ന നിലപാടെടുത്തു. സുപ്രീം കോടതി അതനുസരിച്ചുള്ള നിലപാട് നമുക്ക് അനുകൂലമായി വിധിയെടുത്തിട്ടുണ്ട്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ബാക്കി നിയമ നടപടിയിലേക്ക് അല്ല, കൃഷിഭൂമി മാത്രം മാറിയാ പോരാ. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമി ഉൾപ്പെടെ എവിടെയുണ്ടോ? തങ്കച്ചനും ഞാനിവിടെ കൂടി ഇടപെട്ടതാണല്ലോ വട്ടവടയില്. അവിടെ ഇപ്പൊ ജനവാസ കേന്ദ്ര കോളനി ഒഴിവാക്കിക്കൊണ്ട് സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അത് അങ്ങനെ വനം വകുപ്പ് ഒരു പ്രത്യേകമായി സമാന്തര സർവേ സർക്കാരായി പ്രവർത്തിക്കുന്നുണ്ട്. ആ സർക്കാരായി വനം വകുപ്പിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത് കേന്ദ്ര വന നിയമമാണ് അവർക്ക് ചില സംരക്ഷണം കൊടുക്കുന്നത്. ആ സംരക്ഷണം കൊടുക്കുന്ന നിലപാടിനെതിരായി 2 രൂപത്തിൽ നിലപാട്. ഒന്ന്, നിയമപരമായി നമ്മൾ പോരാട്ടം നടത്തണം. ആ നിയമപരമായ പോരാട്ടത്തിൽ ഗവൺമെന്റ് നല്ലപോലെ ശ്രദ്ധയോടുകൂടി പോകുന്നുണ്ട്. അതിന് ഫലപ്രദമായ വക്കീലിനെ വെച്ചിട്ടുണ്ട്. അതിന് ഇടപെടാൻ കഴിയുന്ന സുപ്രീം കോടതി നടത്തുന്നത്. 2, ജനകീയമായ പ്രതിഷേധം ഉയർന്നു വരണം. ആ ജനകീയമായ പ്രതിഷേധം ഉയർന്നു വരുന്നതിന് മുൻകൈ നേതൃത്വം നൽകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ CPM ആണ്. അവിടെ കോൺഗ്രസിനെ കാണുന്നില്ല. കോൺഗ്രസ് സമരത്തിന് മാത്രമേ ഉള്ളൂ. ആ കോൺഗ്രസിന് ഒരു പൊടിപ്പം തൊങ്ങരമായി വെച്ച് പോവുക. അതുകൊണ്ട് 2 വർഷം ഒന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. അതിന് ജനകീയമായ പ്രതിഷേധം ഉയർന്നു വരണം. ഇന്ന പ്രദേശങ്ങളിൽ ജനവാസം ഇല്ല എന്ന് പറയുന്ന സാറ്റലൈറ്റ് സർവേ നടത്തിയ വസ്തുതയല്ല എന്ന് ബോധ്യപ്പെടുത്തണം. 2, സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണം. 3, കേന്ദ്ര വന നിയമത്തിനകത്തും വന്യജീവി സംരക്ഷണ നിയമത്തിനകത്തും കാലോചിതമായ മാറ്റം വരുത്തണം. ഇത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അവിടമെറ്റ് തയ്യാറാക്കാൻ അതനുസരിച്ച് പാർലമെന്റ് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ജനപ്രതികൾ പാർലമെന്റിൽ ഉന്നയിക്കണം. ഞാൻ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉദാഹരണം, കസ്തൂരി രംഗൻ ഗാർഗിൽ പ്രശ്നം വന്നു. നാം ഇവിടെ നടത്തിയ പ്രക്ഷോഭമുണ്ട്. ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാർലമെന്റിലേക്ക് ജോയിസ് ജോർജ് തെരഞ്ഞെടുക്കപ്പെട്ട് ചെന്നപ്പോ ഈ കസ്തൂരി രംഗൻ ഗാർഗിൽ പ്രശ്നം എങ്ങനെയാണ് ജനവാസത്തെയും ജനജീവിതത്തെയും ബോധ്യപ്പെടുത്തുന്നതെന്ന് ജോയിസ് ജോർജിന് അവിടെ ആ വിഷയം അവതരിപ്പിക്കാൻ പറ്റിയതോടുകൂടി ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളുള്ള 68ഓളം വരുന്ന MP-മാർ ഒരു ടീമായി നിന്ന് അതിനെ നേരിട്ടപ്പോഴാണ്
കേന്ദ്ര ഗവൺമെന്റ് 2013 സെപ്റ്റംബർ 11 ഇറക്കിയ വിജ്ഞാപനത്തിൽ നിന്ന് പുറകോട്ട് പോകാനോ അല്ലെ സംസ്ഥാന ഗവൺമെന്റുകളുടെ അഭിപ്രായം ചോദിക്കാം എന്ന നിലപാടെടുത്തത്. അതുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ തീരുമാനത്തെ പാർലമെന്റിൽ നേർക്കുനേർ മുതാവിൽ ചോദിച്ച് അതിന് ഉത്തരം പറയിപ്പിക്കാൻ അല്ലെ മുതാവിൽ ചോദിച്ച് അതിനെ നേരിടാൻ കഴിയുന്ന പ്രാപ്തനായിട്ടുള്ള ഒരു MP ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കുണ്ടായിരുന്നില്ല. അതിന്റെ കുറെ ദുരന്തം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ ദുരന്തത്തിന് പരിഹാരം ഉണ്ടാക്കാം, വെറുതെ പറയല്ല, ആ പരിഹാരം ഉണ്ടാക്കിയതിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കസ്തൂരി രംഗൻ ഗാർഗ് പ്രശ്നത്തിനകത്ത് ജോയിസ് ജോർജിന്റെ ഇടപെടൽ 2013 നവംബർ മാസം 11 ഇറക്കിയ വിജ്ഞാപനത്തെ മരവിപ്പിച്ച് നിർത്താൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഫർ സോൺ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനത്തെ സാധൂകരിക്കാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കഴിയുന്ന ഒരു സാഹചര്യം ഇടുക്കി പാർലമെന്റിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വെറുതെ പറയല്ല, പറയുകയും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല എന്ന് പറയുന്നത്. യെസ്, അവസാനമായി ഈ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും പറയാനുള്ളത് എന്താണ്? 1 മിനിറ്റിൽ പറഞ്ഞ് അവസാനിക്കാം. ഒന്ന്, ഇന്നത്തെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന BJP-യുടെ RSS അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെതിരായി മതനിരപേക്ഷ രാഷ്ട്രം രൂപപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ മതനിരപേക്ഷ നിലപാടുകളുള്ള MP-മാരുടെ എണ്ണം വർദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പരിശോധിച്ചാൽ മണിപ്പൂര് കലാപുണ്ടാകുമ്പോൾ, ഇന്ത്യ വർഗീയ കലാപുണ്ടാകുമ്പോൾ, പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരുമ്പോൾ ഉൾപ്പെടെയുള്ള നിലപാടുകളിൽ കോൺഗ്രസ് MP-മാർക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായ ദേശീയ രാഷ്ട്രീയത്തിൽ BJP-യെ നേർക്കുനേർ പൊരുതാൻ കഴിയുന്ന ജനപ്രതികള് ഇന്ത്യൻ പാർലമെന്റിൽ എത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നാം ചിന്തിക്കണം. മറ്റൊന്ന്, കേരള സംസ്ഥാനം ഇന്ത്യക്ക് മറ്റെല്ലാ സംസ്ഥാനവും വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ കേരളം ഇന്ന് നേടിയെടുത്ത പുരോഗതി, ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി കേരളം പോകണമെങ്കിൽ, ആ നവകേരള സൃഷ്ടിയിലേക്ക് കേരളം മാറണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഔദാര്യങ്ങൾ തരേണ്ടതില്ല. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ നികുതിപ്പണം, നമ്മൾ പിരിച്ചടയ്ക്കുന്ന നികുതിപ്പണം നമുക്ക് തിരിച്ചു തരാൻ നമ്മുടെ അവകാശങ്ങൾ ഇന്ത്യൻ പൗരന്റെ പട്ടികയിലുള്ളവരാണ് കേരളീയ സമൂഹം എന്ന് അംഗീകരിച്ച് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് ഔദാര്യം ചോദിച്ച് ചെല്ലുന്നവരല്ല, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് മനുഷ്യന്റെ മനസ്സുകളിലേക്ക് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കുത്തിവെച്ച് വർഗീയ കലാപങ്ങളുടെ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ, ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് മതനിരപേക്ഷമായ ഒരു രാഷ്ട്രം സംരക്ഷിക്കാൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുമെന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കണം. മറ്റൊരു കാര്യം, ഇന്ന് നാം നമ്മുടെ ജില്ലയിൽ നേരിടുന്ന വന്യജീവി ആക്രമണം, വനഭൂമിയുടെ കടന്നുകയറ്റം, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ കടന്നുകയറ്റം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇടപെടണമെങ്കിൽ വന നിയമത്തിലും വന്യജീവി നിയമത്തിലും ഭേദഗതി കാലോചിതമായ മാറ്റം വരുത്തണം. അത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പാർലമെന്റിൽ ഉന്നയിക്കാനും അതിനെ സാധൂകരിക്കാനും കഴിയുന്ന പാർലമെന്റിനകത്ത് ചോദിക്കാനും പറയാനും കെൽപ്പുള്ള ഒരു ജനപ്രതി ഇന്ത്യൻ പാർലമെന്റിൽ എത്തണം. അത് ചരിത്രങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പരിശോധിച്ചാൽ അതിന് ഏറ്റവും സമർത്ഥനായ ആളാണ് ജോയിസ് ജോർജ് എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജോയിസ് ജോർജിന്റെ വിജയം കേവലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രം വിജയമല്ല, ഈ ജില്ലയിലെ ജനതയുടെ വിജയമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കണം, സഹായിക്കണം എന്നാണ് ഈ സന്ദർഭം പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അടയാളം അരിവാൾചുറ്റ നക്ഷത്രമാണ്. ആ അരിവാൾചുറ്റ നക്ഷത്രം അടയാളം വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു വാക്കൂടെ ഇത്തരം ഒരു ചർച്ച നടത്തിയ ഇടുക്കി വിഷനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം സംസാരിച്ചത് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസാണ്. വളരെയധികം നന്ദി. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.
ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ്